നമസ്കാരം, എല്ലാവർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്, ആവേശത്തിലാണ് മുന്നണികളെല്ലാം. പ്രചരണത്തിലേക്ക് ഒരു ഘട്ടം പ്രചരണത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു എല്ലായിടത്തും പല മുന്നണികളും സ്ഥാനാർത്ഥികളും. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മാനവീയം വീതിയിലാണ്. എനിക്കൊപ്പം നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആര്യ രാജേന്ദ്രനാണ് ചേരുന്നത്. സ്വാഗതം. ഒരുപാട് 5 വർഷത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു മേയർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത് കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് ആയിരുന്നു, FB പോസ്റ്റ്. അതെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിലേറ്റവും നമുക്കൊക്കെ ടച്ചിങ് ആയി തോന്നിയ വരി, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു വാടക വീട്ടിൽ നിന്ന് 21 വയസ്സുള്ള ഒരു പെൺകുട്ടി മേയർ സ്ഥാനത്തേക്ക് വരികയാണ്. ആ മേയർ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ വലിയ നഗരത്തിന്റെ മേയറായി ചരിത്രം എഴുതുമ്പോൾ സാധാരണക്കാരന്റെയും തൊഴിലാളികളുടെയും ഒരു പാർട്ടിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. അത് ചരിത്രമാകുമെന്ന് പറഞ്ഞു. എന്താണ് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം? എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ള 5 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? അത് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളിന്ന് കാണുന്ന രീതിയിലാണ് നിങ്ങളുടെ മുന്നിലാണ് മേയർ ഉണ്ടായിരുന്നത്. 5 വർഷം ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ പല ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം ജനങ്ങളൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് എന്റെ പോസ്റ്റിന്റെ ശരിയായ വശം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഞാൻ പൂർണ്ണമായി നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, 21 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടിച്ചുപൊളി സമയമാണ്, നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ അലമ്പായി നടക്കുന്നതെന്നൊക്കെ തിരുവനന്തപുരത്ത് ലാംഗ്വേജിൽ പറയും. ആ സമയത്ത് എങ്ങനെയാണ് ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? അപ്പൊ പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ചേച്ചി എന്നോട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവാം. കാരണം നമ്മളൊക്കെ ജീവിച്ചു വരുന്നൊരു സമയത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഒരു പ്രായമാണല്ലോ ആ സമയം. അപ്പൊ ഒരു ഉത്തരവാദിത്വം, അതെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ലൈഫ് നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്താണ്, നമ്മള് തനിയെ ഒരു പക്ഷേ ഒരു ജീവിതത്തിൽ ഒരു സസ്റ്റെയിനായി നിൽക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക, സെറ്റിൽഡ് ആവാൻ എന്താണ് ചെയ്യാൻ പറ്റുക, മുന്നോട്ട് എന്താണെന്നൊക്കെയുള്ള ആലോചിക്കുന്ന സമയത്ത്, ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കേണ്ട സമയത്ത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ വളരെ സീരിയസ് ആയി പോയോ, വളരെ അങ്ങനെയായി പോയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് 21 വയസ്സിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും അത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ വേറെ ആർക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പലർക്കും നമ്മളോട് വന്ന് അവരുടെ പ്രയാസം പറയാൻ, അതാണ് എന്റെ വരിയുടെ തുടക്കം തന്നെ അങ്ങനെയാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളുടെ പ്രയാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ വിഷമാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ഓഫീസിലൊക്കെ ആരെങ്കിലും നമ്മൾ മിക്കവാറും ഉച്ച സമയത്തായിരിക്കും ഓഫീസിലൊക്കെ ഉണ്ടാവുക കാണാൻ. അപ്പൊ ആളുകൾ വരുമ്പോൾ അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ചിലർ അങ്ങനെ പോലും കഴിയാത്തവർ വരും. അപ്പൊ നമ്മുടെ ഓഫീസിൽ തന്നെ ക്യാൻറ്റീൻ ഉള്ളതുകൊണ്ട് ഭക്ഷണം വാങ്ങി കൊടുക്കുക. ഇതൊക്കെ നമുക്കൊരു ജീവിത സാഹചര്യം അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂർണ്ണമായി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ ഒരു പക്ഷെ ഇത്രയും സന്തോഷത്തിൽ എന്നോട് ആരും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. ആത്മവിശ്വാസമാണോ അതോ ആത്മാഭിമാനമാണോ, എന്താണ് ഇപ്പോൾ ഒരു വികാരം എന്ന് പറയുന്നത്? രണ്ടുമുണ്ട്. വളരെ ആത്മവിശ്വാസമുണ്ട്. അത് തുടർന്ന് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ചുമതലയേൽക്കുമെന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു ബാറ്റൺ കൈമാറലാണ്. ആ കൈമാറുന്ന റിലേയിലെ ഇടയ്ക്കുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്, ഇലക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ബാറ്റൺ കൈമാറാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായും സംഭവിക്കും. അതോടൊപ്പം ഞാനിവിടെ പറഞ്ഞതുപോലെ ഞാൻ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതും എന്റെ നിലപാടുകളിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി ഞാൻ വളരെ അഭിമാനത്തോടു കൂടി കാണുകയാണ്. സംസാരിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ള, ആര് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നേരെ ഇത്രയും ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെയൊക്കെ നിൽക്കുന്ന ഒരു സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ടൈറ്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നല്ലോ അത്. തുടക്കം മുതൽ ഈ 5 വർഷം വരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ വരെയൊക്കെ ആ ഒരു ഉത്തരവാദിത്തം കാര്യക്ഷമമായി തന്നെ നിർവഹിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു ഗൗരവക്കാരിയാണെന്നുള്ളൊരു മസിൽ പിടുത്തം ഉണ്ടായിരുന്നോ ആര്യക്ക്? ഞാൻ അങ്ങനെ അത്യാവശ്യം തമാശയൊക്കെ പറയുന്ന ആളാണ്. എന്നെ വ്യക്തിപരമായി അറിയുന്നവർക്കറിയാം. ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ തമാശ പറയുന്നവരാണ്. ഒരുപക്ഷെ വീവിക്കൊക്കെ അറിയായിരിക്കും. അല്ല, അങ്ങനെ നമ്മളെ വ്യക്തിപരമായി അറിയുന്നവർക്കറിയാം. പക്ഷെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു പോസ്റ്റിലാണ് നമ്മളുള്ളത്. നമുക്ക് ഒരുപക്ഷെ കളിച്ചു ചിരിച്ചിരിക്കേണ്ട സമയം വളരെ കുറവായിരിക്കാം. ആ സമയത്ത് ആ ഗൗരവത്തിൽ തന്നെ തീരുമാനം എടുക്കണം
എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിച്ചത്. അത് മാത്രമല്ല ആ സമയം നമ്മുടെ പ്രായം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് ആ പ്രായത്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു അല്ലേ? അല്ലാതെ സ്ത്രീകൾ പൊതുവെ ഒരു ചുമതലയിലേക്ക് വരുമ്പോൾ ഞാൻ കൌൺസിലിൽ തന്നെ ഒരു അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ കുറച്ച് പാവമായിട്ട് മിണ്ടാതേക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ മറ്റാരുടെയോ നിയന്ത്രണത്തിലുള്ള സ്ത്രീ എന്നാ പറയാം. സ്ത്രീകൾ കുറച്ച് അഭിപ്രായം പറയുകയും വ്യക്തിപരമായി അത്തരത്തിൽ ഇങ്ങനെ സംസാരിക്കുകയും നല്ല ബോൾഡായിട്ടൊക്കെ സംസാരിച്ച തന്റെ ധിക്കാരി എന്നൊക്കെ പറയും. അപ്പൊ അത് സ്ത്രീകൾ എന്ത് ചെയ്താലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് പൊതുവെ സമൂഹത്തിലുണ്ട്. അത് മാറി മാറി വരുന്നുണ്ട്. നമ്മുടെയൊക്കെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇപ്പോ അങ്ങ് ഒരു സ്ത്രീയാണ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, അവിടെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, നമ്മളെ പോലുള്ളവരുണ്ടാവും, ജൂനിയർ ഉണ്ടാവും. ഇപ്പൊ എല്ലാവരും ചേർന്നതാണ് ഈ സംവിധാനം. ഞാനെപ്പോഴും അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നമ്മളങ്ങ് നീന്തി കയറുവാണ്. ഏറ്റവും സന്തോഷവും സങ്കടവും തോന്നിയ നിമിഷം ഞാൻ ചോദിച്ചു ഒരുപാടുണ്ടായിരിക്കും, എങ്കിലും എന്തായിരിക്കും എനിക്ക് പേഴ്സണലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ ഓർക്കുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെയും വലിയ അനുഭവം, വിവാഹം, കുഞ്ഞ്. അപ്പൊ ഞാൻ വിവാഹം കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു 3 ദിവസമോ 4 ദിവസമാണ് വിവാഹത്തിന്റെ ഭാഗമായി പോലും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് മാറി നിന്നത്. അല്ലെങ്കിൽ ഞാൻ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒക്കെ പോയി വരിക. അത്ര അത്യാവശ്യ ഘട്ടമാണെങ്കിലും ജീവിത പങ്കാളിയും അത്യാവശ്യം നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. എനിക്ക് അതിലൊക്കെ ഒരു വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം സിസേറിയൻ ആയിരുന്നു എനിക്ക് ഡെലിവറി. എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ് ഏതാണ്ട് 5-6 ദിവസം കഴിയുമ്പോൾ ഞാൻ ഫയൽ നോക്കി തുടങ്ങുകയാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, നമ്മുടെ ആരോഗ്യസ്ഥിതി പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ആളാണ് നമ്മളൊന്ന് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് ഒരുപാട് മാനസിക സംഘർഷം വരും, നടക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു. നമുക്ക് എന്താണോ പറ്റില്ല എന്ന് പറയുന്നത് ചെയ്യാൻ ഒരു വാശിയാണ്. അപ്പൊ പേഴ്സണലി അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം നമുക്കറിയാലോ, ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് അത്തരം സാഹചര്യത്തിൽ അപ്പോൾ എന്റെ ആ വ്യക്തിപരമായ കാര്യത്തിന് പോലും ഞാൻ മാറി നിൽക്കരുത്. അതായത് ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഡെലിവറി അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. കുഞ്ഞുണ്ടാവുക അത്തരം കാര്യങ്ങളൊക്കെ പേഴ്സണലാണ്. പിന്നെ നമ്മള് വന്നു, പിന്നെ അതൊരു വിവാദം. അതൊന്നും ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളോടൊപ്പം ഉള്ളവരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞും അതിലൊരുപാട് സഹകരണം ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ ഒഫീഷ്യലി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ വൈകാരികമായ നിമിഷം. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഈ ഒരുപാട് പ്രയാസം ആളുകൾ വന്ന് പറയുന്നതിൽ ഒരു പ്രധാനം വീടില്ല എന്നുള്ള പ്രയാസമാണ്. അപ്പൊ അതിൽ ചിലർക്ക് വീടൊക്കെ കൊടുത്ത് പിന്നെ ഈ 5 വർഷം ആദ്യഘട്ടത്തിൽ കൊടുത്തവരൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി തിരിച്ച് നമ്മളെ ക്ഷണിക്കാൻ വരും. ഈ വീട് പാലുകാച്ചിനൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ പാലുകാച്ചി എന്ന് പറയുന്നത് പാലുകാച്ചിനൊക്കെ ക്ഷണിക്കാൻ വേണ്ടി വരുമ്പോ അവര് ഞങ്ങൾ എന്തു വന്നാലും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കെട്ടിപ്പിടിക്കാറൊക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ. കാരണം എന്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് വികസനം ചെയ്യട്ടെ, നമ്മൾ എന്ത് കാര്യം ചെയ്തു എന്ന് പറയട്ടെ, ഒരു പ്രയാസമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വീടില്ല എന്നുള്ളതാണ്. അത് ആ സാഹചര്യം അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുന്നുള്ളതാണ്. അതെ. നമ്മൾ പൊതുവെ കരുതുക, നമ്മൾ ഒരാളുടെ സങ്കടം കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാത്ത ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്കൊരു കഥയാണ്. നമ്മളതിന്റെ ഏതെങ്കിലും നമ്മളുമായി ബന്ധപ്പെടുത്താനോ നമുക്ക് അറിയുന്നവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ അത് മനസ്സിലാവുള്ളൂ എന്നാണ് ഞാനെപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പോഴും ചില ആളുകളൊക്കെ അതിന്റെ താഴത്തെ കമന്റ് ഇട്ടപ്പോൾ ഞാൻ അതിനെ കണ്ടത് അങ്ങനെയാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിത സാഹചര്യങ്ങൾ നമുക്കെന്നും അന്യമാണ്. നമ്മളെന്നും അതൊരു കഥയായി മാത്രമേ, മറ്റൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന കഥയായിട്ടേ നമുക്കതറിയൂ. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ജീവനക്കാരും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടുള്ള ചില ദിവസം വളരെ വൈകി ചില